എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. പതിവ് പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ദിവസവും തുടങ്ങുന്നത് വളരെ തിരക്കിലേക്കാണ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം കടച്ചക്കയമ്മ തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവരാണ് കൂടുതലും പേര്. കൃഷിയിലത്തെ വിളവുകളെല്ലാം കൊണ്ടുപോകുന്നത് ഭാഗ്യനാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമ്മുടെ കടയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ കടച്ചക്ക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പൊട്ടിച്ചു കൊടുത്തു വിട്ടതാണ്. പിന്നെ നമ്മുടെ തലൂര് വീടിൻ്റെ ഓർമ്മകൾ വളർത്തുന്ന നമ്മുടെ മുട്ടക്കറി ഉണ്ടല്ലോ, അതും അതോടൊപ്പം തന്നെ കുറച്ച് മീൻ വറുത്തതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ദിവസം ദാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ആരംഭിക്കാം. പുലർച്ചെ എണീറ്റ് ഈ കറിയൊക്കെ ഉണ്ടാക്കി ചോറും പാത്രത്തിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഉച്ചയ്ക്ക് ഇത് ഉണ്ടായിരിക്കുന്ന നേരത്ത് നമ്മളെ അച്ഛനെയും അമ്മേനെയും അത് ഉണ്ടാക്കി തരുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കാറുണ്ടോ? ഓർക്കും വേണം, അവർക്കൊരു ഫോൺ കോൾ ചെയ്യും വേണം. എന്നിട്ട് ചോദിക്കണം അവരുടെ അടുത്ത്, അമ്മ ചോറുണ്ടാ, അച്ഛാ ചോറുണ്ടാന്ന് ചോദിക്കണം കേട്ടോ. അത് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. ഇപ്പം എൻ്റെ അനിയന്മാരാണ് കൂടുതലും ഞാൻ പറയുന്നത്. അല്ലാത്തവരൊക്കെ ചോദിക്കും. കാരണം നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മളെ പരിഗണിക്കാത്തതിൻ്റെ ആ ഒരു വേദന നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്കെങ്കിലും അവരെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ നമ്മൾ മറക്കരുത്. ഞാൻ ഈ മീൻ ഇങ്ങനെ വറുത്ത് അതുപോലെ തന്നെ കറിയൊക്കെ ആക്കുമ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ അമ്മേനെ ഓർത്തു, അമ്മേനെ വിളിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് നിങ്ങളോട് കൂടി പറയണമെന്ന്. അങ്ങനെ ഉപ്പും മുളകും കുരുമുളകും ഒക്കെ തിരുമ്പി നമ്മളിതാ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കടച്ചക്ക നന്നായിട്ട് നല്ല അടിപൊളി കടച്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ വീണപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെത്തിക്കളഞ്ഞ് ഒരു കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പേരി, ഒരു വറവ്, ഒരു ചാറ് കറി, അതാണ് നമ്മുടെ ഒരു ഊണിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മീനൊക്കെ അത്യാവശ്യം നല്ല വിലയായ കാരണം കൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് എന്താ പറയുക, ഇവിടെ എല്ലാവർക്കും എന്തും മീനും വേണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വറുത്തിട്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു കഷ്ണം കുഞ്ഞ് കഷ്ണമൊക്കെ ആയിട്ട്. റേഷനാണ് മീനൊക്കെ. ഇപ്പോൾ മീനോ ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇതുപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറിയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കടച്ചക്കയായിരുന്നു. കടച്ചക്ക പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലേ. ഞാൻ കടച്ചക്ക അരിയുമ്പോൾ എന്നും നമ്മുടെ ഇളവനെ ഓർക്കും കേട്ടോ. ഇളമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കടച്ചക്ക. അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ടാണ്. നല്ല വലിയ അയിലും അതുപോലെ തന്നെ നല്ല വലിയ കിളിമീനൊക്കെ ആയിരുന്നു കേട്ടോ. കടച്ചക്ക വേവിച്ചിട്ട് കാച്ചുന്നവരൊന്നുണ്ട്, കാച്ചിട്ട് വേവിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് വേവിച്ചിട്ട് കാച്ചാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കതൊന്നും ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അത് സാധാരണ നമ്മുടെ കുത്തി കാച്ചുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസം, ഇതിപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു ഡേ പോലെ അങ്ങനെ അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ ദിവസം. അപ്പോൾ ഇന്നലെ നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക ഒന്ന് ഉപ്പേരി വെച്ചു. അതുപോലെ തന്നെ നല്ല എന്താണ് പറയുന്നത്, ഇരുമ്പമ്പുളി, നമ്മുടെ നാട്ടിൽ ശീമപ്പുളി എന്ന് പറയില്ലേ, പിലിമ്പി, അത് നമ്മുടെ നാട്ടിൽ ഇരുമ്പമ്പുളിയാണ്. അതും അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കറി വയ്ക്കുന്നത് ഒരുപാട് വട്ടം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് വെറുതെ ഓടിച്ച് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ മുളക്, ഇഞ്ചി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ തക്കാളി, അതിലേക്ക് കുറച്ച് ഇത്തിരി നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്മെല്ലല്ലേ നമ്മുടെ കുടംപുളിയൊക്കെ ഇടുമ്പോൾ, അതുപോലെ തന്നെ ഇരുമ്പുളിയൊക്കെ ഇടുമ്പോൾ, അതിന് വേണ്ടിയിട്ട് അതും 2 ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്പിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കടച്ചക്ക വെറുതെ തിന്നാൻ തന്നെ നമ്മുടെ കപ്പയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ, നമ്മുടെ കൂട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് 2-ാം പാലിൽ വേവിച്ചെടുക്കാട്ടെ ഈ കൂട്ട്, അല്ലെങ്കിൽ നമുക്ക് 1-ാം പാൽ അങ്ങനെ കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആ 1-ാം പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മീൻകറി സ്റ്റൈൽ എന്നൊക്കെ പറയാം. നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെയാണ് മുട്ട കറി വെക്കുന്നത്. റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു മീൻകറി കഴിക്കുന്ന ടേസ്റ്റാണ്. മാത്രമല്ല ശ്രീക്കുട്ടന് കറികളിൽ ഏറ്റവും ഫേവറേറ്റ് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീക്കുട്ടൻ പറയും മുട്ടക്കറിയാണെന്ന്. അതിൻ്റെ ഉള്ളിലത്തെ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മീൻകറി കഴിക്കുന്നതിനേക്കാളും അതുപോലെ നോൺ വെജ് വേറെ ഏത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ് ഈ മുട്ടക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് ഇനി നമുക്ക് സാധാരണ കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സെറ്റായിട്ടുള്ള ഒരു മുട്ടക്കറി റെഡിയാവും കേട്ടോ. ഒരു പക്ഷേ പണിക്കാരില്ലാത്ത ദിവസങ്ങളിലാണ് ഇത്ര റിലാക്സ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗഡുബടാണ് കാര്യങ്ങളൊക്കെ. ആ നേരത്തെ അത് ഇത് മറ്റേത് ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ് വെള്ളം എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാരിങ്ങനെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കറികൾ വെക്കേണ്ടി വരും. ഇത്ര ആസ്വദിക്കാൻ അങ്ങോട്ട് പറ്റില്ലേ കുക്കിംഗ്. ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ കഴിച്ചു കൂട്ടാറാണ് പതിവ് കേട്ടോ. ഇന്ന് പക്ഷെ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്, ആസ്വദിച്ചിട്ടാണ് കഴിച്ചതും. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടിച്ച മുളകുണ്ടല്ലോ അതും കൂടിയിട്ട് നമ്മൾ
വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണം കൂടി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടച്ചക്ക കുത്തി കാച്ചുക എന്നുള്ള ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ നമുക്ക് വിളമ്പിയാലോ. നല്ല അടിപൊളി അയിലയാണ് ഭാഗ്യന് ഏറ്റവും ഇഷ്ടം. പൂമീനും ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് എല്ലാതും. പിന്നെ നമ്മുടെ കടച്ചക്ക, നമ്മുടെ അടിപൊളി മുട്ടക്കറി, അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന കടുമാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വള്ളിമാങ്ങ, വള്ളി നാരങ്ങ, മരമുന്തിരി, അങ്ങനെ പല പേരുകളും എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അച്ചാറും കൂട്ടിയിട്ടപ്പോൾ ഒരു വിഭവസമൃദ്ധമായ സദ്യ പോലെയായിരുന്നു വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന പ്ലേറ്റ്, ലഞ്ച് പ്ലേറ്റ്. ഇന്ന് നമുക്ക് ചിക്കൻ അങ്ങനെ തന്നെ പൊരിച്ചെടുത്താലോ. പൊരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് കഴിക്കുന്ന ഭാഗം നല്ല ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര ഫണ്ണി ആയിരുന്നു ഭാഗ്യനും ശ്രീകുട്ടനും കഴിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നുന്നു ആ ഭാഗം, എനിക്ക് ഓർമ്മയില്ല എന്താ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ കാണാനില്ല. എന്നാൽ പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയതല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പിള്ളേർക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി വേണം, അല്ലെങ്കിൽ അവരുടെ ജീവിതമൊക്കെ നമുക്കൊന്ന് ഗ്രാൻഡായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം പൊടികളുണ്ടോ അതൊക്കെ അങ്ങോട്ട് ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സോയാ സോസ് വയ്ക്കുമ്പോഴേ നമുക്ക് നല്ലൊരു കളർ വരും. എപ്പോഴും ഒന്നും ചെയ്യണില്ലല്ലോ, അത് കാരണം ഇത്തിരിയൊക്കെ അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് നമ്മുടെ എന്താ പറയുക ചൈനീസ് ഐറ്റങ്ങളൊക്കെ ആവാമെന്നേ. പിന്നെ ഈ സ്പൈസസ്, അതുപോലെ മിൻറ്റിൻ്റെ ഹെർബ്സുകളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ നമ്മൾ എന്താ പെരി പെരി മസാല, അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഓരോ ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് മേടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ബാക്കി അവിടെ അങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്കുള്ള കുറുക്ക് പണികളൊക്കെ ചെയ്യും. പിന്നെ മഞ്ചൂരിയൻ മസാല, കബാബ് മസാല, ഇതിൻ്റെയൊക്കെ മസാല ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടു. കുറച്ച് കെച്ചപ്പും ഇട്ടു, കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും, നമ്മുടെ ഇവിടെ ചെപ്പ് എന്നുള്ള പറച്ചിലയില്ല കേട്ടോ, ചപ്പ് എന്നുള്ള പറച്ചിലയില്ല, നമ്മുടെ ഇവിടെ മല്ലിയില്ല. മല്ലിയിലും അതുപോലെ തന്നെ നല്ല സവോളയും പിന്നെ അണ്ടിപ്പരിപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തപ്പോൾ ഒരു ഉഗ്രം മസാല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട്, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ല ഇതെന്താ ഉപ്പും മുളകൊന്നും പിടിക്കാത്തതെന്ന്. അതൊക്കെ മാറി നിൽക്കണം മക്കളെ നമ്മുടെ ഈ മസാലയുടെ ഉള്ളിൽ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് നുറുക്കി ഇതിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇത് നിങ്ങൾ ആരും മറക്കാത്തതായിരിക്കും. നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒരു ഈ ഹോൾ ചിക്കൻ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. എനിക്കും അത് കണ്ടപ്പോൾ അതാണ് അവിടെ ഓർമ്മ വന്നത്. അങ്ങനെ നമ്മുടെ മസാലകൾ ഇവനെ അറിഞ്ഞം കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാടമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മസാല തയ്യാറാക്കാൻ ഉള്ളിലേക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഉള്ളിലൊരു ഇങ്ങനെ എന്താ പറയുക പുഴുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് മസാലകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാലയും കുറച്ച് ഉള്ളിയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ലിവറും അതിൻ്റെ ഉള്ളിലത്തെ ആന്തരിക അവയവങ്ങളൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നമ്മുടെ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. അത് കാടമുട്ടയാണ്, കാടമുട്ട പുഴുങ്ങി വെച്ചതാണ്. കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പുളിയും കൂടി കിട്ടും, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ആ ചിക്കൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഭാഗ്യം പറയായിരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എനിക്കിതിൽ ആഡ് ചെയ്യാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു ദിവസം ഇതിനെ ഫുള്ളായിട്ട് പൊളിച്ച് ഭാഗ്യനെ കൊടുക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ പിള്ളേർ എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ വക പരിപാടികളൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മുടെ കുക്കിങ്ങിൻ്റെ കൂടെ കൂട്ടുക, അതൊക്കെ വലുതാവുമ്പോൾ അവരുടെ ഓർമ്മകളാണെന്നുള്ള കാര്യം എല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയാമല്ലോ. പക്ഷെ നമ്മൾ ചെയ്യില്ല എന്ന് മാത്രം നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ. പക്ഷെ ഞാൻ ആഴ്ചയിലൊരിക്കലും ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ശ്രീകുട്ടന് ചെയ്ത് കൊടുക്കും, വേറെ എന്തെങ്കിലും പ്രത്യേകതയുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ കുഞ്ഞൊരു കമ്പി ഉണ്ടല്ലോ, കെട്ട് കമ്പി, നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ആ കമ്പ്യൂട്ടർ നമ്മൾ കെട്ടി അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ
മസാല ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. ഏഴിമല പൂഞ്ചോല, ആ പാട്ട് വരെ എനിക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട നമ്മുടെ ചിക്കൻ. ഈ ചിക്കനെ നമുക്കിനി വറുത്തെടുക്കാം. പുള്ളിക്കാരൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പും മുളകും പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് തന്നെയാണ് നമ്മൾ ചെമ്മീൻ്റെ ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ ഒപ്പമാണ് നമ്മളിത് കഴിച്ചതും. പക്ഷെ അന്ന് ആ വീഡിയോ ഒത്തിരി വലുതായി പോകുമ്പോഴേ നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ സമയം കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്യേണ്ടിയിരുന്നതാണ്. എങ്ങനെയാണ് 1 മണിക്കൂറൊക്കെ ഇരുന്ന് വീഡിയോ കാണുക? കാര്യം ചില ചേച്ചിമാർ പറയാറുണ്ട് കേട്ടോ, ശ്രീ അത് കുഴപ്പമില്ല ഇട്ടുള്ളൂ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു വെറുതെ ഇങ്ങനെ ഈ ഒന്നാമത്തിൽ നമ്മുടെ ചളി വർത്താനും അതിൻ്റെ ഇടയിൽ കൂടെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെന്നൊക്കെ തോന്നാറുണ്ട്. അത് കാരണം ഞാൻ സമയം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിനെ നല്ല ഒരു വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് വറുത്തെടുത്ത് കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത സൈഡും ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് ഇട്ടു. പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി വന്ന മസാലകളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മൂടി വെച്ച് വേവിച്ചെടുത്തു. ഒരു 10-45 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും ഇതായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെയായിരിക്കും ഫൈനൽ റിസൾട്ട്. ഇതിന് കഴിക്കുന്ന ഭാഗമായിരുന്നു മക്കളെ വേണ്ടിയിരുന്നത്. എന്ത് ഭംഗിയായിരുന്നു, അവരെന്ത് ആസ്വദിച്ചിട്ടാണ് ശ്രീകുട്ടനും ഭാഗ്യനും ഇത് കഴിച്ചതെന്നറിയോ. പക്ഷെ ഞാനത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞടാ. എന്തെങ്കിലും നമ്മൾ ചെയ്ത് വെച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സങ്കടം. ഇടയ്ക്കിടയ്ക്ക് അമ്മേരെ വീഡിയോയ്ക്ക് അങ്ങനെ പറ്റാറുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മ അവിടെ നിന്ന് തരുമ്പോൾ തന്നെ ചില വീഡിയോകളൊക്കെ കട്ടായിട്ട് പോകും. അപ്പോൾ എനിക്ക് സങ്കടം തോന്നും. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ കുറേ പേര് ചെയ്ത് തെറിയും പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് നമ്മുടെ നല്ല മഞ്ഞണിഞ്ഞ വല്ലൂരിൻ്റെ ആ ഒരു കാനന ഭംഗിയിലേക്ക് തിരിച്ചു മടങ്ങാം. ഡാൻസ് ക്ലാസ് തുടങ്ങിയ കാരണം കൊണ്ട് ഇപ്പോൾ ഒന്നിനും സമയമില്ല. ആഴ്ചയിൽ 3 ദിവസം ആ വഴിക്ക് പോകുന്നുള്ളൊരു മട്ടിലാണ്. അപ്പോൾ കുറച്ച് അൽത്തുകുലത്ത് പടികൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാലത്ത് നമുക്ക് വയറൊക്കെ നന്നായിട്ട് ശുദ്ധിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കരിഞ്ജീരകമാണ് കേട്ടോ. നമ്മുടെ പ്രഷറും ഷുഗറും പെട്ടെന്ന് വേരിയേഷൻ വരുന്ന ഒരു സാധനമാണ്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുക? നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. ചുക്ക് നമ്മളൊരു 50 ഗ്രാം എടുത്തിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ കരിഞ്ജീരകം ഒരു 100 ഗ്രാം എടുത്തിട്ട്, ചുക്ക് 100 ഗ്രാം എടുത്തു, രണ്ടും 1:1 എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ചുക്കിൻ്റെ ആ ഒരു ഭയങ്കര കോൺസെൻട്രേറ്റഡ് അല്ലേ, ഇഞ്ചി ഉണക്കിയതല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ വയറിന് പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കേട്ടോ. അതിൻ്റെ വേരിയേഷൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അതായത് കരിഞ്ജീരകവും ചുക്കും നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന നല്ല പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടി നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇത്ര മാത്രമേ വേണ്ടൂ കേട്ടോ. ഇത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് വെക്കാം. ഇതാണ് അതിൻ്റെ ഒരു കളർ വരും, ഒരു പച്ച കളർ പോലത്തെ ഒരു കളറാണ് ഇതിന് വരിക കേട്ടോ. ശ്രീകുട്ടൻ വന്ന് എന്താ പറയുക സ്നേഹപ്രകടനം നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ലോവർ മസിൽസൊക്കെ ഭയങ്കര വീക്കായി തുടങ്ങും. കുറച്ചധികം പ്രായമാകുമ്പോൾ. അപ്പോൾ നമ്മുടെ മസിൽസ് വീക്കാവുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനും അതിൻ്റെ കോൺട്രാക്ഷൻസും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ നമ്മുടെ മോഷൻസൊക്കെ സ്റ്റൂളൊക്കെ ലൂസാക്കാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മൾ കഴിക്കുകയും ചെയ്യുക. ചിലപ്പോൾ സമയത്ത് നമ്മൾ ത്രിഫല്ലൊക്കെ കഴിക്കുന്നവർ കണ്ടിട്ടില്ലേ, അതിന് പകരം കഴിക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ വെറും വയറ്റിൽ ചൂടോടെയാണ് കഴിക്കുന്നത്. ഒത്തിരി ചൂടോടെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു പ്രവണത വരാറുണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിനും നല്ലതാണ്. നമ്മുടെ ശരീരത്തിലത്തെ നീർക്കെട്ടൊക്കെ പോകാൻ നല്ലതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നാൾ ഒരു 2 മാസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിൽ കുറച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്കാണ് ഈ വയറ് സംബന്ധമായ രോഗങ്ങൾ ഒത്തിരി വരുന്നത്. ഒരു മുന്തിരി ആപ്പിൾ കഴിച്ച ഒരാൾ പറയും പിറ്റേ ദിവസം എന്താ പറയുക ജലദോഷമാണ്, വയറ് സ്റ്റക്കായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഇത് കുറച്ച് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അമ്മയും പറഞ്ഞു നല്ല മാറ്റം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. വെയിറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പം തന്നെ ഒരു ടെൻഡൻസി വരും. തിളച്ച വെള്ളത്തിൽ നമ്മളിത് ആ പൊടി ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കുമ്പോൾ കുടിക്കുക കേട്ടോ. കുടിക്കുക. പിന്നെ ഈ ഒരു കുറച്ച് സംഭവങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാറുള്ളത് തന്നെയാണ്. കുറേ നാളുകളായിട്ട് കാണിച്ചു തരാറുള്ളതാണ്. ഇതിൻ്റെ ഉണ്ട പിടിച്ചിട്ടും അതുപോലെ തന്നെ ശർക്കരയായിട്ട് കൂടിച്ചേർന്ന് അരിയുണ്ട ഉണ്ടാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലേ. അതുപോലെ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഡാൻസിന് പോകുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഓൺ ടൈമിൻ്റെ കാര്യം പറയണ്ട. നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ തേടി ചെയ്ത് വരുമ്പോഴേ
നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറക്കുക, അല്ലെങ്കിൽ അത് ലാസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് എത്തിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നവധാന്യത്തിൻ്റെ ഒക്കെ കുറുക്കുണ്ടാക്കുക എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. നവധാന്യം ഒന്നല്ല കേട്ടോ, ഞാൻ കണ്ണി കണ്ട ധാന്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ എടുത്തോളൂ. അതിലിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് പനങ്കൽക്കണ്ടം കിട്ടുകയാണെങ്കിൽ അതും ചേർക്കണം, ഇന്ദുപ്പ് കുറച്ച് ചേർക്കണം. അത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രൈ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഫ്രൂട്ട്സ് ചേർക്കേണ്ട, ഡ്രൈ നട്ട്സ്. ഇത് നമ്മുടെ മറ്റേ മുതിര പോലെ ഇരിക്കുന്ന സാധനത്തിന് എന്താ പറയുക, ഫ്ലാറ്റ് സീഡ്, ചണത്തിൻ്റെ എന്താ ചണത്തിൻ്റെ കുരു അങ്ങനെയല്ലേ പറയുന്നത്, അതന്നെ സംഭവം. അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് ദിവസം ഇരിക്കുന്ന കാരണമുണ്ട്, ഒരാഴ്ചക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ആദ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1-2 ദിവസത്തേക്ക് ഉണ്ടാക്കുക, പിന്നെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. എനിക്കത് ശീലമായ കാരണം കൊണ്ടാണ് കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നത്. മാത്രമല്ല അമ്മയും ചേച്ചിക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്ലാറ്റ് സീഡ്, പൊട്ടുകടല, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഇത്രയും സാധനങ്ങളൊക്കെ, പിന്നെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഇപ്പോൾ മത്തൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നവരുണ്ട്, പിന്നെ വേറെ നമുക്ക് ഒരുപാട് സീഡുകൾ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ മേടിക്കാനൊക്കെ വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം. എന്നിട്ട് ഇതിനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും അധികം ഞാൻ ചേർക്കുന്നത് ഇതിൽ കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ കപ്പലണ്ടി ഞാൻ മേടിച്ച് വെച്ചിട്ട് 1-2 ദിവസമായിട്ടുണ്ടായിരുന്നു. അത് കണ്ട് എനിക്കതിൽ ഇടാനൊരു മടി, ഒരു ചെറിയ സ്മെല്ല്, ഒരു കപ്പലണ്ടിയുടെ ഒരു വേറെ മണം വന്ന പോലെ. അപ്പോൾ ഞാനതിനെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ കുത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പനങ്കൽക്കണ്ടം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിയാ സീഡ്സ്, അതായത് നമ്മുടെ കസ്കസൊക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് ഇട്ട് പൊടിക്കണം എന്നില്ല, അത് നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ പോലെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് ലാസ്റ്റ് പ്രയോറിറ്റിയിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചോളൂ. നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പലണ്ടി ആദ്യം അടിച്ചെടുക്കാം. ഇതൊക്കെ കുറുക്കു പണികളാണ് കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മതി. നന്നായിട്ട് വെജിറ്റബിൾ കഴിക്കുക, കാലത്ത് നേരത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നമ്മൾ ഓൺ ടൈമിന് ലഞ്ച് കഴിക്കുക, ഒരു 6 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കുക, അത്യാവശ്യം 2 ലിറ്ററോളം വെള്ളം കുടിക്കുക. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഒരു 1-2 കിലോമീറ്റർ നടക്കുക, ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മൾ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഹെൽത്തിലാന്ന് പറയും, പക്ഷെ നമ്മൾ ഏറ്റവും ലോ ആയിട്ട് ഒരു തുണ്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു കാര്യം ഹെൽത്താണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും വായോണ്ട്, പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാക്കില്ല എൻ്റെ പോലെ എന്നുള്ളതാണ് നിജമായ അവസ്ഥ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചും കൂടി, എനിക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുമ്പോണ്ടല്ലോ 2 ഷോൾഡറിൻ്റെ സൈഡിലും ഭയങ്കര പെയിൻ വരിക. നടുവേദന ഇല്ല എനിക്ക്, ദൈവം സഹായിച്ചാൽ അതില്ല. നമ്മുടെ ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ അല്ലടാ, ഈ പുറം വേദന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പുറത്ത് വരുന്ന വേദന, അത് വരിക. അപ്പോഴാണ് ഞാൻ ഈ വക കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞത്. പ്രോട്ടീൻ്റെ കുറവ് വരുമ്പോഴാണ് എനിക്ക് അങ്ങനെ വരാറുള്ളത്. ചെറുപ്പത്തിലും കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ വരാറുണ്ടായിരുന്നു, ഒരു 8-ലോ 9-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അമ്മ ഉള്ളിലേക്കൊക്കെ ഉണ്ടാക്കി തരും. ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് അമ്മമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർ ചെയ്തു തരും, പക്ഷെ നമുക്ക് പറയാൻ ഒരു മനസ്സ് വരണ്ട. പാവങ്ങൾ നമ്മളെക്കാൾ അധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണുകയാണ്. അന്ന് നമുക്ക് കഷ്ടപ്പാടുകളൊന്നും തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ പൊടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ള ചിയാ സീഡും അതുപോലെ കസ്കസ് ഒരുമിച്ചാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക. ഓട്സ് ഒരുപാട് കഴിച്ചാലും ഇത് വണ്ണം വെക്കാനും അടിപൊളിയാണ് കേട്ടോ. വേണ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ വണ്ണം വെക്കുകയാണ് ചെയ്യുക. നമ്മൾ ഒരു നേരത്തെ മീൽ സ്കിപ്പ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അല്ലാണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് മീൻ കൂട്ടാൻ കൂട്ടി ചോറിൻ്റെ ഒരു കാര്യമില്ല, വണ്ണം വെക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇട്ട് കൊടുത്ത്, പിന്നെ ഭാഗ്യൻ വർക്കലയിൽ പോയി വന്നപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് നമ്മുടെ ആ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് കാലത്ത് ഒരു 8 മണിക്ക് നേരത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഷുഗർ അപ്പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, ബട്ട് ഹെൽത്തിയാണ് കേട്ടോ. ഇനി പിന്നെ ഒരു സെൽഫ് കെയർ എന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കുളിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മളെ തന്നെ കെയർ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് തലയിലൊക്കെ എണ്ണയിടും. ഇതുപോലെ ഭൃംഗരാജര പൊടിയും നീലാമരിയുടെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ചൊക്കെ ചേർത്ത് ഇങ്ങനെ വെക്കും. ആ പാത്രം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. ഇതൊക്കെ നമ്മൾ വളരെ നാച്ചുറലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ തോന്നും ഒരു ഉൾവിളി എന്നോണം സെൽഫ് കെയർ വേണമെന്ന്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാസത്തിൽ 1-2 വട്ടം അല്ലെങ്കിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുക. നമ്മുടെ മനസ്സിൻ്റെയും ആ മൂഡിൻ്റെ അനുസരിച്ചിരിക്കും. നമ്മളിപ്പം പിള്ളേരെ എപ്പോഴും പറയാറില്ലേ മൂഡ് സ്വിങ്സ് ആണെന്ന്. മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ചിലർ പറയും മൂഡ് സ്വിങ്സ് ആണ്, ഒന്നും ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര മൂഡാണ്.
നമുക്ക് പോയി ഒരു കുളി വാസാക്കിയിട്ട് വരാം. എന്നിട്ട് ഭാഗ്യന്റെ കൂടെ ഒരു ഔട്ടിംഗ് ഉണ്ട്. കർഷകരുടെ മേലെ എപ്പോഴും കുറച്ച് കറിയും വേർപ്പൊക്കെ ഉണ്ടാവും. അത് മാത്രം അതാണോ കാരണം? അല്ലാണ്ട് കറി ആയതല്ല അല്ലേ? കറി ആവില്ലേ? ഇന്നിപ്പോ ഞാൻ പോയിട്ട് ആ വാഴക്കൊപ്പം മുഴുവൻ ഞാൻ ചോന്ന് ഗുണഞ്ചായന്റെ പറമ്പിൽ നിന്ന് ചോന്ന് കൊണ്ടുവന്നാ. അപ്പൊ ഷർട്ട് നോക്കാനൊന്നും നേരം കിട്ടില്ല, അതെടുത്തു കൊണ്ടുവച്ചു. ചേച്ചിമാരപ്പുറത്തുനിന്ന് വേണ്ട വാഴക്കൊപ്പ നമ്മള് നമ്മുടെ ക്യാമ്പിൽ കൊണ്ടുവച്ച എത്ര രൂപ ഒരെണ്ണത്തിന്? 15 രൂപ. ഓക്കെ ഓക്കെ. ഇത് അവിടെ കിടന്ന് വെറുതെ ചീഞ്ഞു പോകുള്ളത്. ഇത് നേന്ത്രവാഴയുടെ സൂപ്പർ സാധനം. അത് ഇതൊക്കെയാണ് നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ. ഇതൊക്കെയാണ്. നാളെ നമുക്ക് ഒരെണ്ണം. പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ കഴിച്ചിട്ട് ബലവാന്മാരായിട്ടിരിക്കണേ. ചേട്ടന്റെ പോലെ. ഈ ഷർട്ടോടെ പേട്ട ഭയങ്കര തടി ഒന്ന് കുറഞ്ഞതാടന്ന്. ഇതാണ് എന്റെ വേഷട്ടാ. നമ്മുടെ ചേച്ചി നമുക്ക് തയ്ച്ചു തന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാനിന്ന് നമ്മള് എങ്ങോട്ട് അടക്യാമറ മേടിക്കാൻ പോവാ. ശ്രീകുട്ടനെ പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ശ്രീകുട്ടൻ്റെ സ്കൂളിൻ്റെ പരിസരം. ശ്രീകുട്ടനെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ പോകുന്നത് മണ്ണുത്തിക്കാണ്. ശ്രീകുട്ടൻ നടത്തറയാണ് പഠിക്കുന്നത്. ശ്രീകുട്ടൻ്റെ സ്കൂളിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് പോകുന്ന ആ കാഴ്ച ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പാലക്കാടിൻ്റെ ആ ഒരു സൈഡിലേക്ക്, കുതിരാൻ്റെ ആ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് പച്ചക്കറിക്കുള്ള കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീകുട്ടൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ശ്രീകുട്ടൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും മേടിക്കണ്ടേ? അല്ല, ഏട്ടന് ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്. അതല്ല സമൂസ, കട്ട്ലറ്റ്. അതുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം കിണ്ണത്തപ്പം. അത് ശ്രീകുട്ടന് ഇഷ്ടമുള്ള സാധനം. ഓ, ബർഗർ. മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിൽ കൂടെ മാടക്കത്തറ പോകുന്ന വഴിയുണ്ട്, തേറമ്പം. ആ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ മേടത്തെ സൈഡിൽ കുറച്ച് കട കാണാം. അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ശ്രീകുട്ടന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവം. നമ്മൾ എന്നും പോകുന്ന ഷോപ്പിലേക്കല്ല പോകുന്നത്, കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് ഇതായിരിക്കുന്ന കണ്ടോ, അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, ആ കുഞ്ഞി ബ്ലാക്ക് കവറുകളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ അടയ്ക്കാര തൈകൾ. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 10-250 നമ്മൾ മേടിച്ചു. 20 രൂപ വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഞ്ഞിയ തൈകളാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. അവിടെ നാരങ്ങയൊക്കെ ബഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഗാർഡനിലേക്ക് നമ്മൾ പോയിട്ടോ. അവിടെ അതിമനോഹരമായ പൂച്ചെടികൾ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞ? ബഹൂനിയ കൊപ്പിനിയ. കൊപ്പിനിയ 2 കളർ ഉണ്ടായില്ലേ? മണ അത് കണ്ട് നമുക്ക് വേണ്ടത്. അവിടെ ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അടീനിയം തന്നെയാണ്. അടീനിയത്തിൻ്റെ വയൽ, പാടം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, കണ്ണെത്താത്ത ദൂരത്ത് അടീനിയം ഇങ്ങനെ നിൽക്കുക. പൊതുവെ അടീനിയം നമുക്ക് എല്ലാവർക്കും ഇത്തിരി ഇഷ്ടമുള്ള ചെടിയാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നുന്ന കാരണം നമ്മളിത് മേടിക്കാറില്ല. മാത്രമല്ല ഇതിന് അത്യാവശ്യം നല്ല ഒരുപാട് കെയർ വേണ്ട. പക്ഷെ ഒരുപാട് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോകും അതിൻ്റെ ബൾബൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനെനിക്ക് പേടിയായിരുന്നു മേടിച്ച് വയ്ക്കാം. 10-250 രൂപ ഉണ്ടായിരുന്നു ഒരു തേക്കൊക്കെ കേട്ടോ. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ഞാൻ 150 രൂപ കൊടുത്തിട്ട് 160 രൂപ എങ്ങാണ്ട് 150 രൂപയെന്ന് തോന്നുന്നു കൊടുത്തിട്ട് ഒരു 8 തൈ മേടിച്ചു. മാത്രമല്ല അതിവിശാലമായ പൂച്ചെടികളായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വർഷക്കാലമല്ലേ, വർഷക്കാലം മാറിയിട്ട് നമുക്ക് പൂന്തോട്ടം ശരിയാക്കാം. ലാൻഡ്സ്കേപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനി പൂന്തോട്ടത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ, എൻ്റെ ചെടികളൊക്കെ അപ്പോഴേ ഞാൻ പരിചരിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കത് കണ്ടപ്പോഴേ എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അടീനിയത്തിൻ്റെ ആ ഒരു കളക്ഷൻ കണ്ടപ്പോൾ. മാത്രമല്ല അവിടെ വേറെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തൊക്കെ മദർ പ്ലാന്റുകൾ. ആ കട കണ്ടില്ലേ നിൽക്കണത്? ദൂരല്ലേ ഇവിടുന്ന് തൊട്ട് അറ്റം വരെ. ആ ചേച്ചി നനക്കനോടത്തൊക്കെ അടീനിയാണ്. ഓർക്കിഡ് കാണാൻ പോയാ നാഷണൽ ഗാർഡനാന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ പേര് ഓർമ്മയില്ല എനിക്ക്. പക്ഷെ നല്ല വിലയുണ്ട് എല്ലാ ചെടികൾക്കും. ഈ ഫ്രൂട്ട് ചെടികൾക്ക് ഭയങ്കര വിലയാണ് അവിടെ. അങ്ങനെ നമ്മുടെ കൃഷി മറ്റേ വിത്തുകൾ മേടിച്ച് കഴിഞ്ഞു കേട്ടോ. ഭാഗ്യം വണ്ടി പിടിപ്പിക്കുക. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറും തോറും ചെടികൾക്ക് നമ്മളിങ്ങനെ കടകൾ കുറേ കയറി ഇറങ്ങി മേടിക്കണം. ചിലയിടത്ത് വിലകളുടെ വ്യത്യാസങ്ങളൊക്കെ കാണും. വിലകളുടെ വ്യത്യാസം വരുമ്പോൾ തൈകൾ നല്ലതാണോ എന്ന് നോക്കണം. നമ്മൾ കൃഷി തൈകൾ തപ്പിയാണ് ഇറങ്ങിയത്. പക്ഷെ വലിയ കാര്യം ചെറിയ തയ്യ മേടിച്ച അടയ്ക്കാരത്തിന് ഇന്ദർമംഗള 20 രൂപയുള്ള തൈക്ക് ചെറിയ തയ്യാട്ടാ. തൈ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വില കൂടും. 50 രൂപയൊക്കെ തൈ ഉണ്ടാവും. പക്ഷേ നമുക്കെപ്പോഴും നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ തൈ വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം അത് വേര് മുളച്ച് പെട്ടെന്ന് തന്നെ വലുതായി വരും. നമ്മൾ വലിയ തൈ വാങ്ങിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നന്നായിട്ട് നോക്കണം. ചെറിയ തൈ ആകുമ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വലിയ തൈ ആണെങ്കിൽ കരുത്തോടു കൂടി വരിക ചെറുപ്പത്തിൽ പറിച്ചു വയ്ക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ.
ഇത് നമ്മൾ കൃഷിഭവനിൽ വന്നതാണ് കേട്ടോ. കൃഷിഭവനിൽ നിന്ന് നമുക്ക് കാപ്പി തൈകൾ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ കാപ്പി തൈകളും സ്പൈസസ് ഒക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പേര് അടീനിയം മേടിക്കാൻ പോയിട്ടുണ്ടായില്ലേ. അപ്പോൾ അത് ചട്ടിയിലേക്ക് പകർത്തണം എന്ന് പറഞ്ഞു. മണലും മണ്ണും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ പറമ്പിൽ നിന്ന് എടുത്താട്ടാ. നല്ല ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലത്തേ മണലിൻ്റെ തൈ കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ മണ്ണ് കോരിയെടുത്തു. ഇനിയിപ്പോൾ അതിൽ ചാണകപ്പൊടി ഇടണം. പകുതി ഇട്ടാൽ മതി. അതുപോലെ അങ്ങനെ ഒരു 8 ചട്ടിയിലേക്കുള്ളത് മാത്രം മതി കേട്ടോ. ചെറിയ ചട്ടിയാ. ചാണകപ്പൊടി ഇട്ടു. കുറച്ച് മണ്ണും കൂടി ഇടാം. അടീനിയം നടാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മണലിൽ നടാനാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മണലിൽ തന്നെയാണ് നമ്മൾ നട്ടത് കേട്ടോ. പിന്നെ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ആഡ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാഫും അതുപോലെ തന്നെ NPK ഒക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ, വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ശ്രീകുട്ടനും ഞാനും കൂടിയിട്ട് ആ ചെടികളൊക്കെ നട്ടു. ഞായറാഴ്ചയാണ് കേട്ടോ അതൊക്കെ നട്ടത്. കുറച്ച് ദിവസം മേടിച്ച് നമ്മൾ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച എല്ലാം നട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഈ ചെടികൾ നടുന്നത് ഭയങ്കര ഒരു തെറാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചേച്ചിമാർ ചെടികൾ നോക്കുന്നവരാണെങ്കിൽ പറയാറുണ്ട്, എന്നോട് നേരിൽ കാണുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ശ്രീ ഇടയ്ക്കിടയ്ക്ക് ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇട്ടോളൂന്ന്. അത്യാവശ്യം നല്ല വലിയ തൈയാണ് കേട്ടോ, കണ്ട നല്ല വലുപ്പമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് നട്ട് ഒന്ന് സെറ്റാക്കട്ടെ കേട്ടാ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അത്ര വലിയ വില എന്നൊന്നും പറയാനൊന്നുമില്ല അല്ലേ. 150 രൂപ 250 രൂപയ്ക്കൊക്കെയാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. 150 രൂപ എന്ന് പറയുമ്പോൾ കുറവിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വലിപ്പം ഉണ്ടല്ലോ, പിന്നെ എന്തായാലും ഇത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹരിതസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നാൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഓർക്കിഡുകൾ നടുന്നത്. അപ്പോൾ അതിൽ പൂ ഭയങ്കര കുറവായി. അപ്പോൾ ഞാനതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഈ ചകിരിച്ചോറിൽ ചെടികൾ നട്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. ചെടികളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ചെടികളൊക്കെ നശിച്ചു പോകാൻ ഇടയാവുന്നുണ്ട്. അപ്പോൾ ഈ പോട്ടി മിക്സ് നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ബ്രൈഡൽ ഒക്കെ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മുന്നിലായിട്ട് നമ്മൾ നമ്മുടെ ആന്തൂറിയം വെച്ചിട്ടുണ്ട്, ബാക്കിലായിട്ട് അടീനിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കഴിയുമായിരുന്നു. ഇത് നട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് പരിപാടികളൊക്കെ ഗാർഡനിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ. വാങ്ങിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന കടച്ചക്ക നാളെ കയമ്പയിലുണ്ടാവും. എല്ലാവരും ഒന്ന് അയച്ചോട്ടോ. ചെറിയ മരം കേട്ടോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോ വലിയ മരം പോലെ തോന്നാം. പക്ഷേ ഞങ്ങൾക്ക് ഇത് ചെറിയ മരം, വീഡിയോയില് വലിയ മരം ഇരിക്കും. ഉറുമ്പൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കളയും. 6 എണ്ണമായി. വാഴ കൊലച്ചു തുടങ്ങിയിട്ടാ നമ്മുടെ ഫ്രണ്ടിലുള്ളതാ. ഐ മീൻ ബാക്ക്. സ്വിമ്മിംഗ് പൂള് നിറക്കുന്നുണ്ട്. ഒരു വലുത് കിട്ടിയിട്ടാ. ഞായറാഴ്ച ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വീടിന് ചുറ്റുമുള്ള ഫലങ്ങളും പഴങ്ങളും പച്ചക്കറികളൊക്കെ പറിച്ച് കടയിൽ കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.